ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരു വേദഭാഗം വായിച്ചേക്കാം. യോഹന്നാൻ സുവിശേഷം. അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബത്താകുന്നു, കിടക്കയെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്ക എടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, കിടക്കയെടുത്ത് നടക്ക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ Thank you.
പരിധിക്കകത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഒരു പകൽ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ. അനുഗ്രഹീതമായ ഗ്രാമീണ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. ന്യൂ ടെസ്റ്റ്മെന്റ് ഫെയ്ത്ത് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സുവിശേഷീകരണ പ്രവർത്തനത്തിൽ ഞങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവരാണ്. പ്രിയരെ, ഇവിടെ വായിച്ച തിരുവചന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു. 38 വർഷക്കാലം ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ലോകം മുന്നോട്ട് വെച്ച് നീട്ടിയ ഒരു സൗഖ്യത്തിന് വേണ്ടി കാത്തുകിടന്നൊരു മനുഷ്യന്റെ ജീവിതാവസ്ഥയെക്കുറിച്ചാണ് നാം വായിച്ചത്. വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇഹലോക ജീവിതത്തിൽ പരസ്യ ശുശ്രൂഷ വേളയിൽ നിരവധി അത്ഭുതങ്ങൾ താൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു ജീവിത വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് സൗഖ്യം നൽകിയ ഭാഗമാണ് നാം വായിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും എത്ര പഴക്കം ചെന്ന വിഷയങ്ങളിലും അത്ഭുതകരമായ വിടുതലുകൾ നൽകുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയുമെന്നുള്ള സത്യത്തെ ഞങ്ങൾ ഈ തരുണത്തിൽ നിങ്ങളോട് അറിയിക്കുകയാണ്. മനുഷ്യ ജീവിതം അത് വളരെ ദൈവത്തിൻ്റെതായ ഏറ്റവും മഹനീയമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യനെന്ന് പറയുന്നത്. മറ്റുള്ള സകല സൃഷ്ടികളെക്കാളും ദൈവത്തിന് ഏറ്റവും പ്രിയമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യന്റെ സൃഷ്ടി. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തിന് വളരെ പ്രതീക്ഷയുണ്ട്. മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളുണ്ട്. അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സൃഷ്ടിച്ച ദൈവം, നമ്മെ നടത്തുന്ന ദൈവം, ആ ദൈവത്തെ കുറിച്ച് അറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഘടകമാണ്. ദൈവം എന്നൊരു സങ്കല്പമല്ല, മറിച്ച് നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. ലോകത്തിലുള്ള സകല സ്ഥലങ്ങളെക്കാൾ ഏറ്റവും മനോഹരമായിരിക്കുന്ന സ്ഥലമാണ് കേരളം. അതിനേറ്റവും ഉദാത്തമായ, അതിനേറ്റവും തിലകുറിയ, അത് തൊടുന്നതായ ഇടുക്കി ജില്ല എത്ര മനോഹരമാണ്. ഈ മലയോര പ്രദേശങ്ങൾ, പച്ചക്കുന്നുകളും അതുപോലെ പർവ്വത പ്രദേശങ്ങളും അതുപോലുള്ള ഇടം എന്ന് പറയുന്നത് അനേകരെ ആകർഷിക്കുന്നതും അനേകരെ ഇവിടെ കടന്നു വന്ന ഉല്ലാസയാത്രകളൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണല്ലോ. ലോകത്തെ തന്നെ ആകർഷിച്ചിട്ടുള്ളതായ ഈ മണ്ണ്. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങളെ കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ മദ്യവും മയക്കുമരുന്നും അതേ ലഹരി മരുന്നുകളുടെ ഉപയോഗ നിമിത്തം തകരുന്ന ഒരു തലമുറയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒരു രസത്തിന് വേണ്ടി മാത്രം ആരംഭിക്കുന്ന ലഹരി മരുന്നുകളുടെ ഉപയോഗം ഒടുവിലായിട്ട് ഒരിക്കലും അതിൽ നിന്ന് കരകയറുവാൻ കഴിയാതെ വണ്ണം അവരുടെ ജീവിതത്തെ തകർത്തു കളയുന്നു. മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നു. അതേ അവരുടെ ജീവിതം എല്ലാം കൊണ്ടും അതേ തകർന്ന അനുഭവത്തിലൂടെ സമൂഹത്തിനോ മറ്റാർക്കോ ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം അവരൊറ്റപ്പെട്ട് ജീവിതത്തിന്റെ എല്ലാ വഴികളിലും തകർന്നു പോകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ പ്രിയരെ, ഞങ്ങൾ ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നത് ഒരു സത്യം എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിലൂടെ തകർന്നുപോയ ജീവിതങ്ങൾക്ക് ഒരു മടങ്ങി വരവുണ്ടെന്നുള്ള സത്യം പറയുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് നൈനിമിഷികമാണ്. അത് നമ്മൾ കണ്ടാത്തൊന്നും നമ്മുടെ ജീവിതമൊക്കെ ചിലരുടെയൊക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതേ അവരുടേതായ അഹങ്കാരവും അവരുടേതായ നികളവും അവരുടേതായ ആ ജീവിത രീതി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്കൊരു താഴ്ച വരത്തില്ല. അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് അവരുടെ പോക്കും അവരുടെ നടപ്പും മറ്റുമൊക്കെ കണ്ടാൽ. പ്രിയരെ, മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നൈനിമിഷികമാണ്. അത് എപ്പോ വേണമെങ്കിലും അത് തകർന്നടിയാവുന്നതാണ്. ബൈബിൾ പറയുന്നത് അതേ വയലിൽ നിന്ന് മുളച്ചു വരുന്ന പുല്ലിന്റെ ആ പൂ പോലെയാണ് മനുഷ്യന്റെ ആയുസ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യന് അഹങ്കരിക്കുവാനോ നിഗളിക്കുവാനോ എന്താണുള്ളത്? പ്രിയരെ, നമ്മൾ അകത്തേക്ക് വലിക്കുന്ന ഈ ശ്വാസം പുറത്തേക്ക് പോയില്ലെങ്കിൽ നമ്മൾ വെറും ജഡമായി മാറുന്നു. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി നൽകി തന്ന
ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരവും ഏറ്റവും അനുഗ്രഹപൂർണവുമാണ്. അത് തികഞ്ഞ സഹോദര്യ ബന്ധത്തിലും തികഞ്ഞ ദൈവിക ഭയത്തിലും തികഞ്ഞ മറ്റുള്ളവരോടുള്ളതായ ബന്ധത്തിലൊക്കെ നമ്മള് അത് നല്ല ബന്ധം പുലർത്തി നല്ല സ്നേഹത്തിലും സാഹോദര്യത്തിലും ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ വ്യത്യസ്തമായ നിലകളിൽ അത് ജാതിയുടെയും വർഗത്തിന്റെയൊക്കെ പേരിൽ എന്ത് ചെയ്യാണ് വേർതിരിക്കപ്പെട്ട അനുഭവങ്ങൾ, അതിലൂടെ കുറെ പേര് മാറ്റി നിർത്തുക, കുറെ പേര് ചേർത്ത് നിർത്തുക, ഇങ്ങനെയുള്ളതായ സംവിധാനത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആരെല്ലാം ലോകത്തിൽ അവൻ തള്ളി മാറ്റി നിർത്തിയിരിക്കുന്ന, ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന, ജീവിതത്തിൽ ഒരിക്കലും മടങ്ങി വരവില്ലെന്ന് കരുതി അവൻ എല്ലാവരും തള്ളപ്പെട്ട ജീവിതങ്ങളെ യേശു ചേർത്ത് പിടിക്കുവാനായിട്ടിടയായി തീർന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ പ്രത്യേകത അത് നിങ്ങളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങൾ നോക്കാതെ, നിങ്ങളുടെ ജീവിതത്തിന്റെ പരാജയങ്ങൾ നോക്കാതെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ നോക്കാതെ, അത് നിങ്ങൾ അവന്റെ അടുക്കലേക്ക് ആശ്രയത്തിനായി കടന്നു വരുന്നെങ്കിൽ അത് യാതൊരു ചോദ്യം ചെയ്യപ്പെടലുമില്ലാതെ നിന്നെ മാറോട് അണച്ച് ആ മഹാസ്നേഹത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നവരാണ് യേശു കർത്താവ്. ഇവിടെ വായിച്ച വേദഭാഗത്തിൽ തന്നെ 38 വർഷക്കാലം ഒരു പ്രയോജനമില്ലാതെ ആരാലും സഹായിപ്പാൻ കഴിയാതെ താൻ തനിയെ ആ കുളത്തിൽ ഇറങ്ങാൻ വേണ്ടി ഒരു ശ്രമം നടത്തുമ്പോൾ തനിക്ക് മുമ്പായി കഴിവുള്ളവൻ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാണ് തന്റെ ആ സൗഖ്യത്തെ തട്ടിമാറ്റുന്ന അനുഭവങ്ങൾ. അങ്ങനെ നിരാശാപൂർണനായി 38 കിടന്ന മനുഷ്യന്റെ അടുക്കലേക്ക് അവൻ യേശു കർത്താവ് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വന്നിട്ട് അവനെ നോക്കി അവന്റെ വിശേഷം അറിഞ്ഞിട്ട് പോവുകയല്ല ചെയ്തത്. അവൻ ആ കിടക്കുന്നത് കണ്ടു, അവനോട് പറഞ്ഞു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? പ്രിയരെ, ഈ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലും നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഒരു മനസ്സ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഇതേതെങ്കിലും മതത്തിന്റെ പ്രഭാഷണമല്ല, മറിച്ച് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന, മനുഷ്യ ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുന്ന, മനുഷ്യ ജീവിതത്തിന് അവൻ ഈ ലോകത്തിൽ അവൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു വെളിച്ചമായി, ലോകഭൂമിയുടെ ഉപ്പായി, ലോകത്തിന്റെ വെളിച്ചമായി മാറണമെന്ന് മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുവരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവൻ ലോകം നിന്നെ എന്ത് കരുതുന്നു എന്ന് നീ നോക്കേണ്ട കാര്യമില്ല. ലോകത്തിൽ അതേ പലപ്പോൾ അതേ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നത് നിനക്ക് കഴിവുള്ളപ്പോൾ, നിനക്ക് പണമുള്ളപ്പോൾ, നിനക്ക് അധികാരമുള്ളപ്പോൾ, അത് നിനക്ക് സൗന്ദര്യമുള്ളപ്പോൾ, അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാനും നമ്മളെ സ്നേഹിക്കാനും നമ്മളെ കരുതാനും അനവധി പേരുണ്ടാകും. പക്ഷെ നിന്റെ ജീവിതത്തിനകത്ത് ഒരു തകർച്ച വന്നാൽ നിനക്ക് ഈ ബദേസ കുളത്തിന്റെ കരയിൽ കിടക്കുന്ന മനുഷ്യനെ പോലെ എഴുന്നേറ്റ് സ്വന്തമായ കാര്യങ്ങൾ പോലും ചെയ്യുവാൻ കഴിയാതെ, ജീവിതത്തിൽ നടങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന ഒരു അനുഭവം നിനക്ക് വന്നു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും, സ്വന്തം വീട്ടിനകത്തുള്ളവർ പോലും അത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെ ഒഴിവാക്കി കളയുന്ന സ്നേഹമല്ല, നിന്നെ ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണ്. എല്ലാ സഹോദര, നിനക്കിങ്ങനെ പറയാനായിട്ട് ഇത്ര ആവേശം എന്ന് ചോദിച്ചാൽ എനിക്കും പറയാനുണ്ട്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതേ ഉപയോഗം നിമിത്തം ജീവിതത്തിന്റെ എല്ലാ വഴികളിലും തകർന്നു പോയൊരു മനുഷ്യനായിരുന്നു ഞാൻ. എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എന്നാൽ ചെറുപ്രായത്തിൽ രസത്തിന് വേണ്ടി ആരംഭിച്ചതായ ലഹരി മരുന്നിന്റെ ഉപയോഗം എന്റെ 24-ാമത്തെ വയസ്സിൽ എല്ലാം തകർത്തുകൊണ്ട് കാരാഗ്രഹത്തിനകത്തേക്ക് എന്റെ ജീവിതം മാറ്റപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായി. പല ക്രിമിനൽ കുറ്റങ്ങളിലും പിടിക്കപ്പെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിനകത്ത് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് തള്ളപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആരും എന്നെ സഹായിപ്പാനോ എന്നെ അന്വേഷിപ്പാനോ അതിനകത്ത് വന്നിട്ടില്ല. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലും അത് പരാജിതനായി കിടന്ന, നിരാശയിൽ കിടന്ന, ഒഴിവാക്കപ്പെട്ടവനായി കിടന്ന എന്റെ അടുക്കലേക്കും ദൈവസ്നേഹത്തിന്റെ ശബ്ദം കടന്നു വരുവാനിടയായി തീർന്നു. 1993 ഡിസംബർ മാസം 27-ാം തീയതി, ഡിസംബർ 25 എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ തിരപ്പിറവിയെ ആഘോഷിക്കുന്ന ദിനങ്ങളാണല്ലോ. ആ സമയത്ത് തടവറയിൽ കിടക്കുന്ന തടവുകാരോട് യേശുക്രിസ്തുവിന്റേതായ ജനനത്തെ കുറിച്ചുള്ള സന്ദേശം അറിയിക്കാൻ അത് പുരോഹിതന്മാരെയും അതുപോലെ സുവിശേഷകന്മാരെയൊക്കെ അനുവദിക്കുന്ന പതിവ് ജയിലുകളിലുണ്ട്. അങ്ങനെ 1990 ഡിസംബർ മാസം 27-ാം തീയതി ഒരു സുവിശേഷ സംഘം അതിനകത്ത് വന്നു. ആ സമയത്ത് ഞാൻ എല്ലാ നിലകളിലും തകർന്നവനായി ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണ് ആ ഒരു പുരോഹിതനും ചില ശിഷ്യർഷോടോ കടന്നു വന്ന് ചില പാട്ടുകളൊക്കെ പാടിയ അനന്തരം അതേ ബൈബിളിൽ നിന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ സന്ദേശം അറിയിപ്പാനായിട്ടിടയായി തീർന്നു.
വലിയ താല്പര്യത്തോടൊന്നും അല്ലെങ്കിലും ഇതെല്ലാം വഴിയിൽ നിന്ന് ഇങ്ങനെ ഉപദേശിമാര് പ്രസംഗിക്കുന്നതൊക്കെ എന്റെ ചെറുപ്രായത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതിയിരുന്നത് രാധാകൃഷ്ണൻ എന്ന എനിക്ക് ഞങ്ങളുടെ ആ പ്രമാണം അനുസരിച്ചോ ഞങ്ങളുടെ ജീവിത രീതി അനുസരിച്ചോ 33 കോടി ദേവീ ദേവന്മാരൊക്കെ ഉള്ളത് കൊണ്ട് യേശു ക്രിസ്തു അത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, അത് വിദേശത്ത് ഇറക്കുമതി ചെയ്ത ഒരു ദൈവമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനെയുള്ള ഉപദേശിമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പോയി പറയും, എന്ത് പരിപാടിയാ ഇതൊന്നും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ് അവരെ കളിയാക്കി നടന്നൊരു മനുഷ്യനാണ്. എന്നാൽ പ്രിയരെ, ഒരു കാര്യം എനിക്കിപ്പോൾ മനസ്സിലായത്, മനുഷ്യന്റെ ജീവിതത്തിന്റെ തകർച്ചയിൽ നിന്ന് അവനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഉലകത്തിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ മനസ്സിലായി. കാരണം എന്താ, അതിനൊക്കെ താരാലും സഹായിപ്പാൻ കഴിയാതെ ഒറ്റപ്പെട്ട് കിടന്ന സമയത്ത് ആ പുരോഹിതൻ അവിടെ കടന്നു വന്ന് യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ ലോകത്തുള്ള ജനനത്തെ കുറിച്ചും തന്റെ ജീവിതത്തെ കുറിച്ചും തന്റെ കാൽവരി മരണത്തെ കുറിച്ചും അതുപോലെ തന്നെ ഉയർപ്പിനെ കുറിച്ചുമൊക്കെ താൻ പ്രസംഗിപ്പാൻ ഇടയായി തീർന്നു. അതാണ് പൗലോസ് പറയുന്നത് 2 തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം എന്ന് പറയുന്നത്. യേശുവിന്റെ ജനനവും യേശുവിന്റെ ജീവിതവും യേശുവിന്റെ മരണവും യേശുവിന്റെ ഉയർപ്പും എങ്ങനെയാണ് സുവിശേഷമായി മാറിയത്? അവിടെയാണ് അത് പ്രിയരെ മനുഷ്യനുമായുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ആഴം വെളിപ്പെടുന്നത്. ഒരിക്കലും പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ കിടന്ന ആ ജയിലറയ്ക്കുള്ളിൽ കിടക്കുന്ന എന്നോട് മാത്രമല്ല തടവിലുള്ള മറ്റുള്ളവരോടൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ കോമൺ ആയിട്ട് സംസാരിക്കുകയാണ്. ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആ പുരോഹിതൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞൊരു പദമുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ ഈ ജീവിത വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നീ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യനാണോ? എനിക്കറിയത്തില്ല പുള്ളി എന്റെ ജീവിതത്തിലുണ്ടായ കാര്യം എങ്ങനെ മനസ്സിലാക്കിയെന്നൊന്നും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, നീ മരിച്ച് ഈ പ്രശ്നത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയല്ലേ? പക്ഷെ മരണത്തിനപ്പുറമായ ഒരു ന്യായവിധി ഉണ്ട്, അത് നിനക്കറിയാമോ? ഞങ്ങൾ കാരാഗ്രഹ വസ്ത്രം ധരിച്ചല്ലേ ഇരിക്കുന്നത്. ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ ഈ മാറോട് ചേർന്ന് ഞങ്ങളുടേതായ കൺവീറ്റ് നമ്പർ എഴുതിയ ആ വസ്ത്രമാണ് ഞങ്ങൾ ധരിച്ചേക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ലോകപ്രകാരം ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് നിങ്ങൾ ചെയ്ത കുറ്റത്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നത്. ഒരു ന്യായാധിപന്റെ മുമ്പിൽ നിങ്ങൾ പോയതല്ലേ, നിങ്ങൾക്ക് വേണ്ടി വക്കീൽ വാദിച്ചതല്ലേ, എന്നാൽ കുറ്റം തെളിയിക്കപ്പെട്ട് അത് വിവിധ കാലങ്ങളിലായിട്ട് നിങ്ങൾ ഇവിടെ കഴിയുകയാണ്. ഈ ശിക്ഷാവിധി കഴിഞ്ഞ് നിങ്ങൾക്ക് പുറത്തു പോകാനായിട്ട് കഴിയും, അതിനുള്ള സാഹചര്യങ്ങൾ ഉലകത്തിലുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ന്യായവിധി എന്ന് പറയുന്നത് അത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ദൈവത്തിന്റെ ന്യായവിധിയും എന്നാണ്. എനിക്ക് ആദ്യം അത് മനസ്സിലായില്ല, പിന്നീട് അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചു. പ്രിയ സഹോദര, പാപത്തിൽ ജീവിച്ച പാപകരമായ അനുഭവത്തിലൂടെ നീ കടന്നുപോയത് കൊണ്ടാണ് നീ തിന്മയുടേതായ ആ ജീവിതം തെരഞ്ഞെടുത്തത്. എന്നാൽ നിന്നിലുള്ള പാപത്തിന്റെ സ്വാധീനതയെ അത് മാറ്റിമറിക്കാനായിട്ട് പോലീസിന്റെ മർദ്ദനമുറകൾക്കോ ജയിലിന്റെ ശിക്ഷണ നടപടികൾക്കോ കഴിയത്തില്ല. എന്നാൽ അതിന് കഴിയുന്ന ഒരു മാർഗമേ ഉലകത്തിലുള്ളൂ. അത് 2025 വർഷങ്ങൾക്ക് മുമ്പ് അത് കാൽവരി ക്രൂസിൽ അത് തന്റെ ജീവിതം കൊടുത്തുകൊണ്ട് തന്റെ അവസാനത്തുള്ളിൽ രക്ഷ ഊറ്റി തന്നുകൊണ്ട് അത് നമുക്ക് വേണ്ടി അത് പാപമായി തീർന്ന, പാപത്തിന് പരിഹാരമായി തീർന്ന യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന് അത്ഭുതകരമായ മാറ്റം തരുവാനായിട്ട് കഴിയുമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ ജീവിതത്തിനകത്ത് ആരും എന്നെ തേടി വരാനില്ല, ആരും എന്നെ സഹായിക്കാനില്ല. പക്ഷേ പെറ്റമ്മ മറന്നാലും എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്ന് ആ സുവിശേഷ സന്ദേശത്തിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. പ്രിയരെ, ആരും നമ്മെ അന്വേഷിക്കുന്നില്ലെങ്കിലും ആരും നമ്മെ സ്നേഹിക്കുന്നില്ലെങ്കിലും എല്ലാവരും നമ്മെ തള്ളിക്കളഞ്ഞെങ്കിലും നമ്മെ തള്ളിക്കളയാത്ത, നമ്മെ കൈവിട്ട് കളയാത്ത ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ സ്നേഹം ഏത് വ്യക്തിയുടെ അടുക്കലേക്കും ഏത് സമയത്തും വരും. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഉച്ചയായ സമയത്ത് അത് ഇത്രയും ബന്ധപ്പാട് കഴിച്ച് ഇങ്ങനെ കവലതോറും ഞങ്ങൾ പ്രസംഗത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവസ്നേഹത്തിൽ നിന്നകന്ന് ഈ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് മദ്യത്തിനോ മയക്കുമരുന്നിനോ ഏതെങ്കിലും തരത്തിലുള്ള ജീവിത തകർച്ചകൾക്കോ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, പ്രിയ സ്നേഹിത, നിനക്ക് വേണ്ടിയാണ് ഈ ശബ്ദം മുഴങ്ങി കേൾക്കുന്നത്. നിന്റെ ജീവിതത്തിന് വേണ്ടിയാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്. നിന്റെ ജീവിതത്തിൻ്റെതായ ആ താഴ്ചയിൽ നിന്ന് നിന്നെ ഉയർത്തേണ്ടതിനാണ് യേശു ക്രൂശിൽ മരിച്ചത്. അത് നിനക്ക് അംഗീകരിക്കാനും നിനക്ക് വിശ്വസിക്കാനും മനസ്സുണ്ടെങ്കിൽ അത്ഭുതകരമായ ഒരു മാറ്റം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരും. ഞാൻ പറയട്ടെ, പോലീസ് ലോക്കപ്പിനകത്ത് ഒരുപാട് മർദ്ദനമുറയ്ക്ക് ഞാൻ വിധേയനായിട്ട് തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജയിലറയിലും അവരുടെ 3-ാം മുറയ്ക്ക് വിധേയനായി തീർന്നിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും കരയുകയോ ജീവിതത്തിനകത്ത് ഒരു മാറ്റവും വന്നില്ല. കഠിനമായ ഹൃദയത്തോടെ അവിടെ ജീവിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഒരു പുരോഹിതന്റെ വായിൽ നിന്ന് വന്ന സത്യ സുവിശേഷത്തിന്റെ ദൈവജനത്തിന്റെ സന്ദേശം എന്റെ അകത്തളം മാറ്റുവാനിടയായി തീർന്നു. കല്ലുപോലുള്ള എന്റെ ഹൃദയത്തെ
മാംസളമായ ഒരു ഹൃദയമാക്കി മാറ്റുവാനായിട്ട് ദൈവവചനത്തിന് കഴിയും. ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തിന് നിന്റെ ഹൃദയത്തിനകത്തുള്ള ഏത് തകർച്ചയും മാറ്റുവാൻ, നിന്റെ ജീവിതത്തിനകത്തുള്ള എല്ലാവിധമായ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാനായിട്ട് കഴിയും. അതിനത്രേ യേശു കർത്താവ് ഉലകത്തിൽ വന്നത്. ആ യേശു ക്രിസ്തുവിലൂടെ ആമേൻ ഞങ്ങൾക്ക് ലഭിച്ചതായ ഈ നല്ല ജീവിതത്തെ നിങ്ങളോട് അറിയിക്കേണ്ടതിനും ആ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതകരമായ മാറ്റത്തിലേക്ക് നയിക്കുവാനും കഴിയും. കുളത്തിന്റെ കരയിൽ 38 വർഷക്കാലം കിടന്ന ആ മനുഷ്യനെ തേടി ആരും വന്നില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ആ മനുഷ്യന്റെ അടുക്കലേക്ക് വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? ഞങ്ങൾ ഇന്ന് ചോദിക്കുന്നു, നീ അനുഭവിക്കുന്ന വിഷയത്തിൽ നിന്ന്, നീ അഭിമുഖീകരിക്കുന്നതായ സങ്കീർണങ്ങളായ അനുഭവങ്ങളിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ നിനക്ക് മനസ്സുണ്ടോ? പല കാര്യങ്ങൾ നീ നോക്കി ജീവിതത്തിൻ്റെതായ മടക്കി വരവിന് വേണ്ടി ലോകത്തിന് നമ്മുടെ മുമ്പിൽ ലോകം വെച്ചു നീട്ടുന്ന ആ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നോക്കിയവനായിരിക്കാം നീ. എന്നാൽ ഇന്ന് മുതൽ ഞങ്ങൾക്ക് പറയാനുണ്ട്, 5 പൈസ പോലും നിനക്ക് ചെലവില്ല. നിന്റെ ജീവിതത്തിനകത്ത് ഒറ്റക്കാര്യം മാത്രം, യേശുവേ ഈ വിഷയത്തിന് എന്റെ ജീവിതത്തിൽ പരിഹാരം നൽകുവാൻ അങ്ങ് മതിയായവനെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ടേറ്റ് പറയാൻ ആർക്ക് കഴിയുമോ? അത്ഭുതകരമായ ജീവിതമാറ്റങ്ങൾ അവൻ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ഇത് കേവലം കേട്ടറിവല്ല പ്രിയരെ, ഇത് കേവലം ആരെങ്കിലും പറഞ്ഞു വിട്ട് പറയുന്നതല്ല. ജീവിതത്തിൽ സത്യമായി ഞങ്ങൾ അനുഭവിച്ച ആ മഹനീയമായ സത്യം അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇത് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. അതാണ് കർത്താവായ യേശു തന്റെ 12 ശിഷ്യന്മാരെയും വിളിച്ച് താൻ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിപ്പിൻ, വിശ്വസിക്കുന്ന സ്ഥാനമേൽക്കുന്നതിന് രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. പ്രിയരെ, ഞങ്ങൾക്ക് പറയാനുള്ള ഒരു സത്യമെന്ന് പറയുന്നത്, ഇത് അംഗീകരിക്കുന്നവർക്ക് ഇത് അനുഗ്രഹവും ഇതൊരു രക്ഷയുമായി മാറുമ്പോൾ ഇത് കേട്ടിട്ടും അത് കേൾക്കാതെ വണ്ണം നടക്കുന്ന അനേകരുണ്ട്. നിങ്ങൾക്കറിയാം പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നിൽക്കുന്ന സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഉറപ്പുള്ളൊരു തറയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിന് ഇളക്കം വരാൻ സാധ്യതയുണ്ട്. അവൻ ഇത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. വചനം അത് പറയുന്നു. അതെ, ഭൂമി മാറിപ്പോകും, ആകാശം മാറിപ്പോകും. മാറിപ്പോകാത്ത ദൈവത്തിന്റെ വചനം മാത്രമാണ്. എന്നാൽ തന്റെ വചനത്തെ അംഗീകരിച്ചുകൊണ്ട്, തന്റെ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട്, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച്, വിശ്വാസ സ്നാനം സ്വീകരിച്ച്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട്, ഒരു വേർപെട്ട ജീവിതം നയിച്ചുകൊണ്ട് നിന്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും കർത്താവ് വീണ്ടും വരാറായി. കർത്താവിന്റെ വരവിന്റെ കാഹളം ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയായി യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, അത് ജാതിയോടും വർഗത്തോടും ഒക്കെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അത് അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തടുത്തുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഇത് സുപ്രസാദ കാലമാണ്. ഇത് രക്ഷാ ദിവസമാണ്. ഇന്ന് നീ കേൾക്കുന്ന ഈ സത്യവചനം നിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് നരക ശിക്ഷയിൽ നിന്ന് നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നിന്നെ മാറ്റാൻ കഴിവുള്ള സന്ദേശമാണ്. പക്ഷെ ഇത് തിരസ്കരിക്കുന്നെങ്കിൽ, അവൻ ഇത് വേണ്ടെന്ന് വെച്ചിട്ട് അവൻ നിന്റെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ, ഈ പാപത്തിൽ നീ മരിച്ചാൽ മരണം കഴിഞ്ഞിട്ട് ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി എന്ന് പറയുന്നത് അവൻ അത് ദൈവമാണ് ന്യായം വിധിക്കുന്നത്. അന്ന് ഈ പൊടികൾ നിന്നോട് സാക്ഷ്യം പറയും. കാരണം ഈ സത്യം കേട്ടില്ല എന്ന് നീ അവിടെ ദൈവത്തിന് മുമ്പാകെ ന്യായവിധിയിൽ പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന പൊടികൾ അന്ന് സാക്ഷ്യം പറയും. അത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്ര മണിക്ക് ഇത്ര പേര് ഇവിടെ കടന്നുവന്ന് യേശുവിനെ കുറിച്ചുള്ള സന്ദേശം പറഞ്ഞു. അത് കേൾക്കാൻ എനിക്ക് അവസരം ലഭിച്ചതാണ്. പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ ലജ്ജിതരായി മാറും. അങ്ങനെ ലജ്ജിതരായി മാറാതെ യേശുവിന് വേണ്ടി നിന്റെ ജീവിതം വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അന്ന് അത് നീ അഭിമാനത്തോടെ തലയുയർത്തി നിൽപ്പാനായിട്ട് നിനക്ക് കഴിയും. ഇതത്രേ ക്രിസ്തുവേശുള്ള രക്ഷ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ഒരുക്കണമെന്നും അതിന് പ്രാപ്തനായി തീരണമെന്നും ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. ഇത് സ്വീകരിച്ച് അംഗീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിതം വേർതിരിപ്പാൻ നിങ്ങൾ കഴിഞ്ഞാൽ, ഇവിടെ എന്നൊരു ആരാധനാലയമുണ്ട്. ഫെയ്ത്ത് ചർച്ച് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ആ ദൈവദാസൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് കഴിയും. പ്രിയരെ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമായിട്ട് നിങ്ങൾ കരുതണം കേട്ടോ. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. മരണത്തിന്റെ കരാളഹസ്തങ്ങൾ നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെടുവാനുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് തന്ന ഈ നല്ല ഗിഫ്റ്റ് അത് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെടേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഇവിടെ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. നിശ്ചയമായിട്ടും വരുവാനുള്ള ന്യായവിധിയെ ഒഴിഞ്ഞ് നിത്യമായ ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ കൈക്കൊള്ളുമെന്നുള്ളത് അത് 100 തരമാണ്. അത്
അത് വിശ്വസിക്കുന്നവർക്ക് അത് അനുഭവിക്കാനായിട്ട് കഴിയും. അങ്ങനെ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ സമയത്തും ഈ കണ്ടക്ഷോഭം ചെയ്ത് നിങ്ങൾ വിളിച്ചു പറയുന്നത്. പ്രിയരെ, ഇതാണ് രക്ഷാസമയം. അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സൊരുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു.